ഇന്ന് സെപ്റ്റംബർ 18 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ഇന്നത്തെ ചില ഹെഡിങ്സ് ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഡൈവിംഗ് സപ്പോർട്ട് ക്രാഫ്റ്റ് ഇന്ത്യൻ നേവിക്ക് കൈമാറി. ഏത് കമ്പനിയാണ് ഇന്ത്യക്ക് വേണ്ടി ആദ്യത്തെ ഡൈവിംഗ് സപ്പോർട്ട് ക്രാഫ്റ്റ് നിർമ്മിച്ചിട്ടുള്ളത്? സ്പിന്നർ വരുൺ ചക്രവർത്തി ഇന്ത്യയുടെ വേൾഡ് നമ്പർ 1 ബൗളർ ആയിട്ട് മാറി. ഇതിനു മുമ്പ് ആരായിരുന്നോ ആ ഒരു സ്ഥാനത്ത്? ഇന്ത്യ ജോയിന്റ് മിലിറ്ററി എക്സസൈസ് അവസാനിച്ചു. എവിടെയാണ് ഈ ഒരു എക്സസൈസ് അവസാനിച്ചിട്ടുള്ളത്? ആ എക്സസൈസിന്റെ പേരെന്താണ്? ഇതേപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇന്നത്തെ കറണ്ട് അഫേഴ്സ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: സുധാകരൻ നമ്പൂതിരി സെലക്ടഡ് ആസ് ദ ന്യൂ ചീഫ് പ്രീസ്റ്റ് ഓഫ് ഗുരുവായൂർ ടെമ്പിൾ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ അടുത്ത മുഖ്യാചാര്യനായി സുധാകരൻ നമ്പൂതിരിയെ തിരഞ്ഞെടുത്തു. ഇന്നത്തെ പത്രത്തിലും ഇന്നലത്തെ വാർത്ത വന്നിട്ടുള്ള ഒന്നാണ് സുധാകരൻ നമ്പൂതിരി ഗുരുവായൂർ ക്ഷേത്രത്തിലെ മേൽശാന്തിയായി തിരഞ്ഞെടുത്ത കാര്യം. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 സെപ്റ്റംബർ 30 മുതൽ ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ അടുത്ത മേൽശാന്തിയായി ആരെയാണ് തിരഞ്ഞെടുത്തത്? സുധാകരൻ നമ്പൂതിരി. ഈ ഒരു ചോദ്യം ഇടാൻ കാരണം ഒരുപക്ഷെ ദേവസ്വമായി ബന്ധപ്പെട്ട് പരീക്ഷകൾ എഴുതുന്ന കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സഹായകരമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ചോദ്യങ്ങൾ ഇട്ടിട്ടുള്ളത്. സുധാകരൻ നമ്പൂതിരിയാണ് വരാൻ പോകുന്ന സെപ്റ്റംബർ 30 മുതൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ മേൽശാന്തി, ദ ചീഫ് പ്രീസ്റ്റ്. ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ അടുത്ത മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെട്ട സുധാകരൻ നമ്പൂതിരി ഏത് മനയിൽ നിന്നുള്ളയാളാണ്? പാലക്കാട് ശ്രീകൃഷ്ണപുരത്തുള്ള മൂർത്തിയെടുത്ത മന. പാലക്കാടിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് ശ്രീകൃഷ്ണപുരം. ശ്രീകൃഷ്ണപുരത്ത് മൂർത്തിയെടുത്ത മനയിൽ നിന്നുള്ള വ്യക്തിയാണ് സുധാകരൻ നമ്പൂതിരി, അടുത്ത ഗുരുവായൂർ ക്ഷേത്രത്തിലെ മേൽശാന്തി. ലോട്ടറി വഴിയാണ് ഇത്തരത്തിലുള്ള തിരഞ്ഞെടുപ്പ്. ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ ക്ഷേത്രം ഏത് ദേവസ്വം ബോർഡിന് കീഴിലാണ് വരുന്നത്? ഗുരുവായൂർ ദേവസ്വം ബോർഡ്. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഇന്നിപ്പോൾ നിരവധി ദേവസ്വം ബോർഡ് ആണുള്ളത്. ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്ന ഒന്നാണ് ലോർഡ് കൃഷ്ണ ടെമ്പിൾ, അതായത് ശ്രീകൃഷ്ണ ക്ഷേത്രം. കേരളത്തിൽ എത്ര പ്രാഥമിക ദേവസ്വം ബോർഡുകളുണ്ട്? 4. കേരളത്തിൽ 4 ദേവസ്വം ബോർഡ് ആണുള്ളത്. ഗുരുവായൂർ ദേവസ്വം ബോർഡ്, ട്രാവൻകൂർ ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡ്, കൊച്ചിൻ ദേവസ്വം ബോർഡ്. ഇവയാണ് ഏറ്റവും പ്രധാനപ്പെട്ട 4 ദേവസ്വം ബോർഡുകൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളുള്ളത് ഏത് ദേവസ്വത്തിലാണ്? മലബാർ ദേവസ്വം ബോർഡ്. മലബാർ ദേവസ്വം ബോർഡിലാണ് ഏറ്റവും കൂടുതൽ, അതായത് 1337 ക്ഷേത്രങ്ങൾ ആണ് മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ഉള്ളത്. ട്രാവൻകൂർ ദേവസ്വം ബോർഡിലാണെങ്കിൽ 1240 ടെമ്പിൾസ് ആണ്. മൂന്നാമത്തെ സ്ഥാനം കൊച്ചിൻ ദേവസ്വം ബോർഡ് ആണ്, 403 ടെമ്പിൾസ് ആണുള്ളത്. ഏറ്റവും കൂടുതൽ മലബാർ ദേവസ്വം ബോർഡ്, രണ്ടാമത്തത് ട്രാവൻകൂർ, മൂന്നാമത്തത് കൊച്ചിൻ ദേവസ്വം ബോർഡ്. കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ ഇപ്പോഴത്തെ മന്ത്രി ആരാണ്? VN വാസവൻ. തുറമുഖ സഹകരണ മന്ത്രിയും ദേവസ്വം മന്ത്രിയുമാണ് VN വാസവൻ. അദ്ദേഹമാണ് ദ കറന്റ് മിനിസ്റ്റർ ഓഫ് ദി ദേവസ്വം ബോർഡ് ഇൻ കേരള. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: DSE A20 ദ ഫസ്റ്റ് ഇൻഡിജിനസ്ലി ഡിസൈൻഡ് ആൻഡ് കൺസ്ട്രക്റ്റഡ് ഡൈവിംഗ് സപ്പോർട്ട് ക്രാഫ്റ്റ്. സ്വദേശിയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ആദ്യത്തെ ഡൈവിംഗ് സപ്പോർട്ട് ക്രാഫ്റ്റ് DSE A20. DSE എന്നാൽ ഡൈവിംഗ് സപ്പോർട്ട് ക്രാഫ്റ്റ്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 സെപ്റ്റംബർ 16 ഇന്ത്യൻ നാവികസേനയ്ക്ക് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ആദ്യത്തെ ഡൈവിംഗ് സപ്പോർട്ട് ക്രാഫ്റ്റിന്റെ പേര് DSE A20. DSE A20 എന്നറിയപ്പെടുന്ന ഡൈവിംഗ് സപ്പോർട്ട് ക്രാഫ്റ്റ് ആണ് ഇത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഡൈവിംഗ് സപ്പോർട്ട് ക്രാഫ്റ്റ് നിർമ്മിച്ചിട്ടുള്ളത്. ഇന്ത്യൻ നേവിക്ക് സെപ്റ്റംബർ 16 കൈമാറിയിട്ടുള്ള ഒരു ഡൈവിംഗ് സപ്പോർട്ട് ക്രാഫ്റ്റ് ആണ് DSE A20. ഇന്ത്യൻ നാവികസേനക്കായി തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത നിർമ്മിച്ച ആദ്യത്തെ ഡൈവിംഗ് സപ്പോർട്ട് ക്രാഫ്റ്റ് എത്തിച്ചത് ഏത് ഷിപ്പിംഗ് കമ്പനിയാണ്? കൊൽക്കട്ടയിലെ ടിറ്റാഗഡ് റെയിൽ സിസ്റ്റം ലിമിറ്റഡ്. ടിറ്റാഗഡ് റെയിൽ സിസ്റ്റം ഇത് കൊൽക്കട്ടയിലാണ്. ടിറ്റാഗഡ് റെയിൽ സിസ്റ്റമാണ് ഇന്ത്യക്ക് വേണ്ടി ആദ്യത്തെ ഡൈവിംഗ് സപ്പോർട്ട് ക്രാഫ്റ്റ് നിർമ്മിച്ചിട്ടുള്ളത്. DSE A20 കൊൽക്കട്ടയിലാണ് ടിറ്റാഗഡ് റെയിൽ സിസ്റ്റം. ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകൾക്കായുള്ള പ്രാഥമിക രൂപകൽപ്പന സ്ഥാപനത്തിന്റെ പേരെന്താണ്? വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ, ന്യൂഡൽഹി. അതായത് ഇന്ത്യയിലെ കംപ്ലീറ്റ് ആയിട്ടുള്ള കപ്പലുകളുടെ ഡിസൈൻസ് എല്ലാം അപ്രൂവൽ നൽകുന്ന ഏജൻസി ഓർഗനൈസേഷൻ ആണ് ഇന്ത്യൻ നേവിയുടെ വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ. കൂടാതെ
ഓരോ പ്രദേശങ്ങളിലും വിശാഖപട്ടണത്തും കൊച്ചിയിലുമെല്ലാം ഡിസൈനിങ് സെൻറ്റേഴ്സ് ഉണ്ട്, നേവൽ ഡിസൈനിങ് സെൻറ്റേഴ്സ്. എന്നാൽ ഇതിൻ്റെ പ്രധാനമായിട്ടും ഹെഡ് ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണ് വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ, ന്യൂഡൽഹി. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് സ്പിന്നർ വരുൺ ചക്രവർത്തി ബിക്കംസ് വേൾഡ് നമ്പർ 1 ബൗളർ ഇൻ T20 ഇന്റർനാഷണൽ. ഇന്നലത്തെ ഒരു വാർത്തയാണ്, അതായത് സ്പിന്നർ വരുൺ ചക്രവർത്തി വേൾഡ് നമ്പർ 1 ബൗളർ ആയി മാറിയൊരു കാര്യം. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 സെപ്റ്റംബർ 17 ICC T20 അന്താരാഷ്ട്ര റാങ്കിങ്ങിൽ ലോകത്ത് 1ാം സ്ഥാനത്തെത്തിയ ഇന്ത്യക്കാരൻ ആരാണ്? സ്പിന്നർ വരുൺ ചക്രവർത്തി. തമിഴ്നാടിന് വേണ്ടി കളിക്കുന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ താരമായിട്ടുള്ള സ്പിന്നർ വരുൺ ചക്രവർത്തിയാണ് സെപ്റ്റംബർ 17 ICC T20 അന്താരാഷ്ട്ര റാങ്കിങ്ങിൽ ലോകത്ത് 1ാം സ്ഥാനത്തെത്തിയിട്ടുള്ള ലെഗ് സ്പിന്നർ. 2021 അരങ്ങേറ്റം. 2025 ഫെബ്രുവരി മുതൽ വൺ ഡേ ഇന്റർനാഷണൽ പ്ലെയർ ആണ് വരുൺ ചക്രവർത്തി. 2025 ഏപ്രിൽ ICC T20 അന്താരാഷ്ട്ര റാങ്കിങ്ങിൽ ലോകത്തിലെ 1ാം സ്ഥാനത്തെത്തിയ ബൗളർ ആരാണ്? ജേക്കബ് ഡഫി, ന്യൂസിലാൻഡ്. കഴിഞ്ഞ ഏപ്രിൽ മുതൽ ലോകത്ത് ദ ബെസ്റ്റ് ബൗളർ ആയിരുന്നു T20 ജേക്കബ് ഡഫി, ന്യൂസിലാൻഡ്. എന്നാൽ സെപ്റ്റംബർ 17 മുതൽ ആ ഒരു സ്ഥാനത്ത് എത്തിയിട്ടുള്ള വ്യക്തിയാണ് സ്പിന്നർ വരുൺ ചക്രവർത്തി, ലെഗ് സ്പിന്നർ ആയിട്ടുള്ള വരുൺ ചക്രവർത്തി. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ഇന്ത്യ ജോയിന്റ് എക്സസൈസ് കൺക്ലൂഡ്സ് ഇൻ അലാസ്ക. ഇന്ത്യ US സംയുക്ത അഭ്യാസം അലാസ്കയിൽ സമാപിച്ചു. ഇതിനു മുമ്പും കറണ്ട് അഫയേഴ്സിൽ വന്നിട്ടുള്ള ഒന്നായിരുന്നു ഇന്ത്യ US ജോയിന്റ് എക്സസൈസ് ആരംഭിച്ച കാര്യം. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യയും ഏത് രാജ്യം തമ്മിലുള്ള വാർഷിക ഉഭയകക്ഷി അഭ്യാസമായ എക്സസൈസ് യുദ്ധ് അഭ്യാസ് 2025 21ാം പതിപ്പ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, US ഇന്ത്യ ഒരു മിലിറ്ററി എക്സസൈസ് ആണ് യുദ്ധ അഭ്യാസ്. ഇത് കഴിഞ്ഞ ദിവസം അവസാനിച്ചു. അതായത് സെപ്റ്റംബർ 14 വരെയായിരുന്നു യുദ്ധ അഭ്യാസിന്റെ ആ ഒരു എക്സസൈസ്. ഇന്ത്യയും US തമ്മിലുള്ള ഒരു മിലിറ്ററി എക്സസൈസ്. 2025 സെപ്റ്റംബർ 1 മുതൽ സെപ്റ്റംബർ 14 വരെ എക്സസൈസ് യുദ്ധ അഭ്യാസ് 2025 21ാം പതിപ്പ് എവിടെയായിരുന്നു? അലാസ്കയിൽ യൂക്കോൺ പരിശീലന മേഖല. ഈ പ്രാവശ്യത്തെ, അതായത് 21st എക്സസൈസ് യുദ്ധ അഭ്യാസ് ഇത് അമേരിക്കയിൽ വെച്ചായിരുന്നു. അലാസ്ക എന്ന സ്ഥലത്താണ്, യൂക്കോൺ ട്രെയിനിങ് സെന്ററിൽ വെച്ചാണ് 21st എഡിഷൻ ഓഫ് എക്സസൈസ് യുദ്ധ അഭ്യാസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. US ആർമിയുടെ 11ാമത് എയർബോൺ ഡിവിഷനുമായി ചേർന്ന് യുദ്ധ അഭ്യാസത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ ആർമി റെജിമെന്റ് ഏതാണ്? മദ്രാസ് റെജിമെന്റ്. ഇന്ത്യയുടെ മദ്രാസ് റെജിമെന്റും യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ആർമി 11th എയർബോൺ ഡിവിഷൻ, ഈ 2 ആർമി യൂണിറ്റ്സ് ആണ് യുദ്ധ അഭ്യാസ് എന്ന് പറയുന്ന 21st എഡിഷൻ ഇന്ത്യ USന്റെ ആ ഒരു എക്സസൈസിൽ പങ്കെടുത്തിട്ടുള്ളത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ ലാസ്റ്റ് ഹെഡിംഗ് സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ, എ നേഷൻ വൈഡ് ക്ലീൻനെസ് ക്യാമ്പയിൻ. രാജ്യവ്യാപകമായി ശുചിത്വ ക്യാമ്പയിൻ ആയ സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നലെ സെപ്റ്റംബർ 17 ആരംഭിച്ച ഒന്നാണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. രാജ്യവ്യാപകമായി ശുചിത്വ ക്യാമ്പയിൻ ആയ സ്വച്ഛ് ഭാരത് മിഷന്റെ ആഭിമുഖ്യത്തിൽ 9ാമത് സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ 2025 ഏത് തീയതിയിലാണ് ആരംഭിച്ചത്? സെപ്റ്റംബർ 17. സെപ്റ്റംബർ 17 അതായത് ഇന്നലെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ ജന്മദിനം. ആ ദിവസമാണ് സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുള്ളത്. വരുന്ന ഒക്ടോബർ 2 തീയതി വരെ ഈ ഒരു ക്യാമ്പയിൻ നടക്കും. സ്വച്ഛതാ ഹി സേവ പ്രസ്ഥാനം ആദ്യമായി ആരംഭിച്ച വർഷം ഏതാണ്? 2017. 2017 സ്വച്ഛതാ ഹി സേവ എന്ന ഈ ഒരു പ്രോഗ്രാം ആരംഭിച്ചിട്ടുള്ളത്. സ്വച്ഛ് ഭാരത് മിഷന്റെ അണ്ടറിൽ വരുന്ന ഒന്നാണ് സ്വച്ഛതാ ഹി സേവ എന്ന ഈ ഒരു പ്രോഗ്രാം. ഇന്ത്യ മൊത്തം ക്ലീൻ, അതായത് ക്ലീൻലിനെസ്സിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം ആണ് സ്വച്ഛതാ ഹി സേവ എന്ന മൂവ്മെന്റ്. അന്ന് 2017 ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് ഈ ഒരു പ്രോഗ്രാം ആരംഭിച്ചത്. സെപ്റ്റംബർ 15 മുതൽ ഒക്ടോബർ 2 വരെയായിരുന്നു. ഇന്നലെയാണ് ഈ ഒരു പ്രോഗ്രാം ആരംഭിച്ചിട്ടുള്ളത്. ഗാന്ധി ജയന്തിയെ ബന്ധപ്പെട്ടാണ് ഈ ഒരു പ്രോഗ്രാം അവസാനിക്കുന്നത് എല്ലാ വർഷവും. പ്രധാനമായിട്ടും പറയുമ്പോൾ രാജ്യമൊട്ടാകെ മിക്കവാറും എല്ലാ മിനിസ്ട്രീസും ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജഡ്സ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.